ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മുരളീധരൻ, യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് കോടതിയടക്കം പറഞ്ഞിട്ടും ഗവർണർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സർക്കാർ നൽകിയ പാനൽ തള്ളുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം സിസ തോമസിനെയും ശിവപ്രസാദിനെയും വിസിമാരായി നിയമിക്കുന്നു. എന്താണ് ഗവർണർ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്? അത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായിട്ടുള്ള നിലപാടാണ് ഇപ്പോ രാജ്ഭവൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കുറെ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിയമം ലംഘിക്കുക, അമിത അധികാരം പ്രയോഗിക്കുക. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയെ പോലും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്. കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് യൂണിവേഴ്സിറ്റിയിലും സർക്കാർ കൊടുക്കുന്ന പാനലിൽ ഇവരുണ്ടെങ്കിൽ എടുക്കാം, സർക്കാർ കൊടുക്കുന്ന പാനലിൽ ഇവരില്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. അവിടെ സർക്കാരിന്റെ പാനലിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാനേ ഗവർണർക്ക് അധികാരമുള്ളൂ, അല്ലാതെ ഗവർണർക്ക് ഇഷ്ടമുള്ള ഒരാളെ വെക്കാൻ പറ്റത്തില്ല. അത് കൃത്യമാണ്. അതിന്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യെസ്, പക്ഷേ നോക്കൂ, ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സർവകലാശാലയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു, അവിടെയുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണേണ്ടതില്ലേ? പരിഹാരം കാണണം. ഇപ്പൊ തന്നെ കേരള സർവകലാശാലയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവുകളല്ലേ പുറപ്പെടുവിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ രജിസ്ട്രാർ നോക്കിക്കൊണ്ടിരുന്ന ഫയലിന്റെ DDFS ലോഗിൻ കോഡ് അത് 5 SOമാരെ വിളിച്ച് വൈസ് ചാൻസലർ റൂമിൽ വരുത്തി, എന്നിട്ട് കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ കൂടെ വിളിപ്പിച്ചിട്ട് ജനലും കതകും എല്ലാം അടച്ച് ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അവിടെ ലാപ്ടോപ്പ് കൊണ്ടുവച്ചിട്ടാണ് ലോഗിൻ കോഡ് മാറ്റിയിരിക്കുന്നത്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നുവെച്ചാൽ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഇത് കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്ന മുന്നേറ്റത്തെ തടയുക എന്നുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുമ്പ് പറയുന്നത് പോലെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കോടതി ഇടപെട്ടിട്ടും കോടതി പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എങ്കിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും? അത് കോടതിയാണല്ലോ തീരുമാനിക്കുന്നത്. കോടതിയുടെ ഒബ്സർവേഷൻ അല്ലെ നിരീക്ഷണത്തെ അല്ലെ അതിന്റെ വിധിയെ ലംഘിക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് കോടതി തന്നെ അതിനെ സംബന്ധിച്ച് പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ശരി, നന്ദി. കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരനാണ് പ്രതികരിച്ചത്. വീണ്ടും സൈഫിലേക്ക്. സൈഫ്, എന്തായാലും ഗവർണർ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് സ്വന്തം നിലപാടുമായി. ഇനി എന്താകും സർക്കാരിന്റെ ഒരു നിലപാട്? ഉച്ചയ്ക്ക് 12:30 കൂടി നിയമമന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ പാർട്ടിയുടെ നിലപാട് പറയാ, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പറയുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ദിവ്യ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമപരമായി ഈ നിയമനം നിലനിൽക്കുമോ എന്നുള്ളൊരു പ്രശ്നം ഉന്നയിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു CPMന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. കാരണം ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് അടക്കം പറഞ്ഞിരുന്നു. സുപ്രീം കോടതി അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനെ കൂടി പരിഗണിച്ചുകൊണ്ട്, വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചുകൊണ്ട് ഉള്ള തീരുമാനം ചാൻസലർ എടുക്കണം എന്നുള്ളതാണ് ആ വിധിന്യായത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നിയമപരമായ പോരാട്ടമാണ് ഇനി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അത് വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോര് എന്നുള്ളത് നമ്മൾ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ സർക്കാർ പോര് കടുക്കുന്നു, ഗവർണർ സർക്കാർ പോര് കടുക്കുന്നു എന്നുള്ളത് അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു എന്ന് വേണം ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാൻ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. വിവിധ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടക്കേണ്ട സമയമാണ്. ഗവർണർ മുഖം തിരിഞ്ഞു നിന്നാൽ അതൊന്നും നടക്കില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ അതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്കില്ല, പാർട്ടി അതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള സൂചന നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നൽകിയിട്ടുള്ളതാണ്. അതൊരു പോരിലേക്ക്, ഒരു പ്രത്യക്ഷ പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള സൂചന ആണ് ലഭിക്കുന്നത്. SFI ഇപ്പോൾ പ്രതിഷേധ രംഗത്തുണ്ട്, അതുപോലെ തന്നെ DYFI പ്രതിഷേധ രംഗത്തുണ്ട്. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി ഇനി പ്രതിഷേധത്തിന് ഇറങ്ങുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഗവർണറുടെ ഇടപെടലടക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച വരാനുള്ള സാധ്യതയുണ്ട്. ദിവ്യ, യെസ്, എന്തായാലും സർക്കാരിനെ വെല്ലുവിളിച്ച് തന്നെയാണ് ഗവർണർ നീങ്ങുന്നത്. സർക്കാർ നൽകിയ പാനൽ തള്ളിക്കൊണ്ടാണ് KTU ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് താൽക്കാലിക VCമാരെ ഗവർണർ നിയമിച്ചിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശം അടക്കം അവഗണിച്ചുകൊണ്ടാണ് ഈ നിയമനം എന്നതാണ് ശ്രദ്ധേയം. ഇനി എന്താകും സർക്കാരിന്റെ നിലപാട് എന്നതാണ് കണ്ടറിയേണ്ടത്. വിവരങ്ങളാണ് സേഫ് ഹുസൈൻ ലബ്ദീൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.